വിശക്കുന്നുണ്ടെങ്കിൽ വല്ലതും ഉണ്ടാക്കി കഴിക്കണം. വിശക്കുന്നു നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. നിനക്ക് കയ്യും കാലും ഉണ്ടോ? വിരലുകളുണ്ടോ? കയ്യുണ്ടോ? വീട്ടിലെന്തെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു നാഴി അരിയെങ്കിലും ഉണ്ടോ? പോയി കഞ്ഞി വെച്ച് കുടിക്കും. എൻ്റെ അടുത്ത് ഇരക്കാൻ വന്നു. ഓട് പൊക്കോ. എങ്ങോട്ടാ ധൃതി പോന്നേ? കുരുത്തം കെട്ടവെന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇനി ഇത്രയും പെട്ടെന്ന് പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കണം, കുഴപ്പമില്ലെന്നാ ജോത്സ്യം പറഞ്ഞേ. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നവും ഒക്കെ നടക്കും. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല. ആരാ അത്? ഗോപൻകുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ല, ഗോപൻകുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നു? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നോ? എന്നെയും കൊണ്ട് വന്നത്. എടി പെങ്കൊച്ചേടി, എനിക്ക് ഭയങ്കര വിശപ്പിടി. നിന്റെ ഒരു ഉണക്കമീൻ എനിക്ക് തരാവോ? ഉണക്കമീനൊന്നും തരാൻ പറ്റത്തൊന്നുമില്ല. എടി വിശന്നിട്ടല്ലേ എടി നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് താടി. നീ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തുവാ? അങ്ങനെ പറയല്ലേടി, വിശക്കുന്നെടി. എന്തായാലും പറ്റൂല. എടി കഷ്ടമുണ്ടടി, അത്രയ്ക്ക് വിശപ്പുണ്ടടി. അതുകൊണ്ടാടി ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ചോദിക്കുന്നത്. ഇത് തരാൻ പറ്റത്തില്ലെന്നല്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനെ പറയല്ലേടി പെണ്ണേ. നീ എനിക്കുള്ള ഉണക്കമീൻ എടുത്ത് ഇയാക്കാന്നിട്ട് പിന്നെ ഞാൻ പിന്നെ എന്താ തിന്നണം? ഇതാ പെണ്ണിന്റെ വീട്. വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ച 2 നില വീടായിരിക്കും. നിലമറന്ന് സംസാരിക്കരുത് കേട്ടാ. ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞേ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ല അകത്തേക്ക് പോകുന്നത്. അവിടെ ഇരുന്ന് മുള്ളണ്ടാന്ന് കരുതി. എന്നാ പിന്നെ 2 കൂടി കഴിച്ച് തന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? മുരുക. അയ്യേ, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. സാറേ, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ്. എന്നിട്ട് പിക്കാസ് മമ്മൂട്ടിക്ക് എവിടെ? സാറേ, അതല്ല, ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് വന്നതാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് വല്ല കഴിവുകളൊക്കെ എന്താണ്? ഞാൻ പാട്ട് പാടും. നന്നായിട്ട് പാടുവോ? ഓ, നന്നായിട്ട് പാടും. ആ, പാടും. അമ്പിളി ഒരു കാര്യം ചെയ്യും, ഒരു പാട്ടങ്ങ് പാടിക്കേ. പാട്ട് പാടാം, പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഈ ശാസ്ത്രീയ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ തമ്പാനൂർ കച്ചേരിക്ക് പാടിയിട്ടുണ്ട്. ഏത് കച്ചേരി? തമ്പാനൂർ കച്ചേരി. തഞ്ചാവൂർ കച്ചേരി. അമ്പിളി. അയ്യോ, ആക്ച്വലി ഞാൻ തഞ്ചാവൂരാണ് പോവാൻ ഉദ്ദേശിച്ചത്. പകുതി എത്തിയപ്പോ എന്റെ പൈസ കഴിഞ്ഞു പോയി. അപ്പൊ തമ്പാനൂർ ഇറങ്ങിയൊരു കച്ചേരി അങ്ങ് കിഞ്ചി. ഈ പടം കഴിയുമ്പോ കൈ നിറ പൈസയായിരിക്കും. ആണോ? നമ്മുടെ മോശ സമയങ്ങളിൽ ആരെങ്കിലും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സമയങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകാൻ അർഹതയുള്ളതും അവർക്കാണ്. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം, ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. രോഗങ്ങൾക്ക് മുമ്പിലാണ് പണം എത്ര ചെറുതാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ചില ബന്ധങ്ങൾ കാണുമ്പോഴാണ് ജീവിതം എത്ര ഭാഗ്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചില സൗഹൃദങ്ങൾ അറിയുമ്പോഴാണ് സ്നേഹത്തിന് എത്ര കരുത്തുണ്ടെന്ന് അറിയുന്നത്. ചില മരണങ്ങൾക്ക് നടുവിലാണ് ജീവിതം എത്രമാത്രം ചെറുതും എത്ര വലിയ വേദനയുമാണെന്ന് അറിയാൻ കഴിയുന്നത്. സ്നേഹം അന്വേഷിച്ച് നടക്കേണ്ടുന്ന അങ്ങാടി മരുന്നല്ല, നമ്മളെ തേടിയെത്തേണ്ടുന്ന ദൈവീകമായ വികാരമാണ്. അനങ്ങരുത്. അനങ്ങാതെ നിന്നാൽ മോന്റെ നല്ല ഫോട്ടോ എടുക്കും അങ്കിള്. മോൻ ക്യാമറയിലേക്ക് മാത്രം നോക്കാവൂ. ക്യാമറയിലേക്ക് നോക്കിയാലേ അങ്കിൾ ഒരു ക്യാമറ കൊണ്ടൊരു മാജിക് കാണിച്ചു തരും. ഈ ക്യാമറയുടെ അകത്ത് നിന്ന് ഒരു പ്രാവ് പറന്നു വരില്ലോ. മഹേഷിന്റെ പ്രതികാരം. ഒരു കൂളിംഗ് ഗ്ലാസും ക്യാമറയുടെ അടപ്പുനൂര്.
എന്താടാ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. കാര്യം പറയടാ. അണ്ണ എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എന്തിന്? ഞാൻ ഉണക്കമീൻ കട്ടതിന്. അത് പോട്ട് സാരമില്ല. വേണ്ട, നീ ഇങ്ങോട്ട് വാ. ഞാൻ വരൂല. വാടാ. വരൂ. എനിക്ക് ചോർ 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 ആ ചോർ तू चोर है? Yes, I am चोर. No കഞ്ഞി. अच्छा. അച്ചാറെങ്കിൽ അച്ചാറ്. കോഴി മാങ്ങേ. ചോർ ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോരേ ചോര ചോരേ. പതുക്കെ. ഇതെന്തൊരു നാടാ? കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ആ ഇതിവിടെ ഇരിപ്പണ്ട. എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ അവിടെ. ഇവൻ എന്നെ വീഡിയോ എടുക്കാണോ? ഇനി ഞാൻ വൈറലായി കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാം. എടാ നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസ് ഒക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മിണിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കുറക്കുക, എക്സസൈസ് ചെയ്യുക, ഭാരം കുറച്ചിട്ട് വരെ മുന്നും കൂടി നെളിഞ്ഞു നടക്കുക. നീ ആരടാ? ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട. അവനാ വാതിക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. ചോറായാടി? എനിക്ക് ആകെ 2 കൈയേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നപ്പോ ആഹാരം കഴിക്കണമെങ്കിൽ വല്ല വേലക്കാരിയും വേ. ഞാൻ പഠിച്ചു. നീ സുന്ദരയാണല്ലോ, നീ കൊള്ളാവിലോടി പെണ്ണേ. പോവാണോ? ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെരനിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ എന്ത് സമാധാനമായ അന്തരീക്ഷം. ചേടാ ഇവൻ എന്തീ കാണിക്കുന്നേ? ഈ ചെത്ത മുതലാളിയെ കൊണ്ട് ശല്യമായല്ലോ. ഒന്ന് കൈ വെച്ചോട്ടെ മുതലാളി, ഇതൊരു നടക്കേ. മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായി